നമസ്കാരം പ്രിയപ്പെട്ടവരെ. നമുക്കെല്ലാവർക്കും ഒത്തിരിയേറെ ഫ്രണ്ട്സുകളുണ്ടല്ലേ? നമ്മുടെ കുടുംബത്തിലും ചുറ്റുപാടും ജോലിസ്ഥലത്തും അതുപോലെ തന്നെ കൂടെ പഠിച്ചവർ, അങ്ങനെ ഒത്തിരി സുഹൃത്തുക്കൾ നമുക്കുണ്ട്. ഒരുപക്ഷെ നമ്മുടെ പേര് പറഞ്ഞാൽ നമ്മുടെ പ്രദേശത്തും നമ്മുടെ കുടുംബത്തിലുമൊക്കെ നമ്മളെ അറിയാം മറ്റുള്ളവർക്ക്. പക്ഷേ നമ്മെ തിരിച്ചറിയുന്നവർ വളരെ കുറവായിരിക്കും. അറിവും തിരിച്ചറിവും രണ്ടും രണ്ടാണ്. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, സിനിമയിലൊക്കെ ഒത്തിരി പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ മറ്റ് പല മേഖലകളിലും കോടീശ്വരന്മാരായിട്ടുള്ള മനുഷ്യർ, സുഖസൗകര്യങ്ങൾ ഒരുപാടുള്ള മനുഷ്യർ, പക്ഷെ അവരൊക്കെ ചിലപ്പോൾ ആത്മഹത്യ ചെയ്ത വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവാറുണ്ട്. എന്തുകൊണ്ടായിരിക്കണം ഇത്? അവരെ എല്ലാവർക്കും അറിയാം, ലോകത്തിലുള്ള ഒരുപാട് മനുഷ്യർ അവരറിയും, പക്ഷേ അവരെ തിരിച്ചറിഞ്ഞവരാരും ചിലപ്പോൾ ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ ഒരാളെക്കുറിച്ച് വിധിക്കുമ്പോൾ, ഒരാളെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ, പുറമേ നിന്ന് നമ്മൾ ആ വ്യക്തിയെക്കുറിച്ച് കേട്ട അറിവിൽ നമ്മൾ ഒരിക്കലും ആരെയും വിലയിരുത്തരുത്. ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് കയറി ചെന്നാൽ മാത്രമേ ആ വ്യക്തിയുടെ വേദനകൾ എന്താണെന്നും ആ വ്യക്തി ഏതെല്ലാം ദുഃഖങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെന്നും ആ വ്യക്തി അനുഭവിക്കുന്ന മാനസിക പ്രയാസം എന്താണെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അറിവിൻ്റെ പുറത്ത് ആരെയും നമ്മൾ ഒരിക്കലും വിധി എഴുതരുത്. തിരിച്ചറിവിൻ്റെ പുറത്തായിരിക്കണം നമുക്ക് ആ വ്യക്തികളെ മനസ്സിലാക്കാനായിട്ടുള്ള മനസ്സുണ്ടാകേണ്ടത്. അറിവും തിരിച്ചറിവും രണ്ടും രണ്ടാണ്, മറക്കരുത്.